നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് പശ്ചിമ ബംഗാളിലെ തൃണമൂലിൻ്റെ അടുത്തൊരു കഥയെന്ന് പറഞ്ഞാൽ നടന്നൊരു സംഭവത്തിലേക്ക് പോകാം. അതായത് ഇപ്പോഴും മറ്റേ ഈ നമ്മളിടയ്ക്ക് ചർച്ച ചെയ്യുന്നല്ലോ, പശ്ചിമ ബംഗാളിലെ പല ഭാഗത്തും ഈ ക്രൂഡ് ഓയിലിൻ്റെ നിക്ഷേപം അല്ലേ, ക്രൂഡ് ഓയിൽ നിക്ഷേപം കണ്ടെത്തുകയും അവിടെ ONGC അടക്കമുള്ളവർ വന്ന് ഖനനം നടത്താനുള്ള കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ഇപ്പോൾ. വെസ്റ്റ് പർഗനാസ് അവിടെ അതെ അല്ലേ, അവിടെയായിരുന്നു ഇത് കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ കണ്ടെത്തി. പക്ഷെ മമത മുഖ്യമന്ത്രിയായിട്ടും ഇതിനെക്കുറിച്ച് മമത ഒന്നും ചെയ്തില്ല. അവിടെ നിധിയല്ലേ അവിടെ ഇരിക്കട്ടെ, പിന്നീട് കുഴിച്ചെടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ബംഗാളിന് കോളടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് 2024 2 വർഷം മുമ്പ് അവിടെ ഒരു വൻ വ്യവസായമുണ്ട്. നമ്മുടെ മമതയുടെ എല്ലാ ഫണ്ടിങ്ങും ചെയ്യുന്ന വ്യവസായമാണ് തുളു മൊണ്ടാൽ എന്നൊരു വ്യവസായം. ഈ വ്യവസായം മകളുടെ കല്യാണത്തിന് പൊടിച്ച 100 കോടി രൂപയാണ്. ബോളിവുഡ് താരങ്ങൾ നിരവധി പേർ ഈ കല്യാണത്തിന് എത്തിയിരുന്നു. ഇപ്പോൾ ആ വിവാഹം അന്വേഷിക്കുകയാണ്. ആ വിവാഹത്തിൻ്റെ പിന്നിലെ പശ്ചാത്തലം, സാമ്പത്തിക സ്രോതസ് 100 കോടി രൂപയാണ് ഒരു വിവാഹത്തിന് വേണ്ടി ഈ തുളു മൊണ്ടാൽ എന്ന വ്യവസായം മുടക്കിയത്. ഈ വ്യവസായയുടെ അടുത്ത ബന്ധുവിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ പോലീസ് പിടികൂടിയത് അല്ലേ. അതൊരു പഴയ ബസ് ഡ്രൈവർ. അതെ, തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ MLA-മാരുടെയൊക്കെ ബിനാമികൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോലീസിന്റെ മുന്നിലേക്ക് വന്ന് ഈയാമ്പാറ്റുള്ളപ്പോൾ വീണുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ വീട്ടിലെ നോട്ട് കെട്ടുകൾ എണ്ണിത്തീർത്തപ്പോൾ 5 മെഷീനുകൾ കേടായി എന്നാണ് പറയുന്നത്. 20 മണിക്കൂർ എടുത്തു. 5 മെഷീൻ കേടായിപ്പോയി. അതോളം നോട്ടുകളാണ് വീട്ടിൽ നിന്ന് പല ഭാഗത്തു നിന്നും. ശരിക്കും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ യഥാർത്ഥ ആസ്തി ബാങ്ക് നിക്ഷേപം 900 കോടി രൂപ വരും. ഇത് ഇനി ഔദ്യോഗിക വിഭാഗത്തിന് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. 900 കോടി രൂപ പാർട്ടിക്ക് ആസ്തി ഉണ്ടെങ്കിൽ അണികളുടെ നേതാക്കളുടെ ആസ്തി ഭീമമായ മടങ്ങ് ഇരട്ടി. അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ. അതായത് ഈ ബീർഭൂം ജില്ലയിലെ ഡ്യൂച്ച ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 28.5 കോടി രൂപയും 15 കിലോ സ്വർണവും കണ്ടെടുത്തത്. ഇത് നിസ്സാരമല്ല. 20 മണിക്കൂറാണ് നടപടിക്രമങ്ങൾ നീണ്ടു നിന്നത്. പോലീസ് സംഘം മറ്റുദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. വിരമിച്ച സർക്കാർ ബസ് ഡ്രൈവർ മിനാൽ മൊണ്ടാൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. അപ്പോൾ ഈ മൊണ്ടാലിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അയാൾ കൊടുത്ത വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ അയാൾ പറഞ്ഞു, സാറേ ഇത് എൻ്റെതല്ല, ഞാനിത് വെറും സൂക്ഷിപ്പുകാരനാണ്. നേരത്തെ ഒരു പേര് പറഞ്ഞില്ലേ, ടുലു മൊണ്ടാൽ, അത് ഇയാളുടെ ഭാര്യയുടെ സഹോദരനാണ്. ഈ ടുലു മൊണ്ടാൽ ഒരു വ്യവസായിയാണ്. പക്ഷേ ഇയാളുടെ ശരിക്കുള്ള പേരതല്ല. മുഹമ്മദ് നജീബുദ്ദീൻ എന്നാണ് ഇയാളുടെ ശരിക്കുള്ള പേര്. അയാളാണ് ഈ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തൻ്റെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചത് എന്ന് ഈ ഇപ്പോൾ ഉടമസ്ഥനായ മൊണ്ടാൽ മൊഴി കൊടുത്തിരിക്കുകയാണ് പോലീസിന്. അതിൽ കൂടുതൽ അന്വേഷണം വേണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ED ഒക്കെ അതിലേക്ക് വരും. കാരണം ഇത് അനധികൃത പണമാണല്ലോ, ഇത് അഴിമതി പണമാണെന്ന് വ്യക്തമാണ്. അതിൽ കുറേ നോട്ട് എപ്പോഴും വേണമെങ്കിലും നിരോധിക്കാം. അതുകൊണ്ട് കുറേ 15 കിലോ സ്വർണം വാങ്ങി അത് സ്വർണം അങ്ങനെ നിരോധിക്കില്ലല്ലോ. ഇപ്പം മുഹമ്മദ് നജീബുദ്ദീനെ കേന്ദ്രീകരിച്ച് ടുലു മൊണ്ടാൽ എന്നറിയപ്പെടുന്ന മുഹമ്മദ് നജീബുദ്ദീൻ എന്നാണ്, നജീമുദ്ദീൻ അല്ല, നജീബുദ്ദീൻ എന്നാണ്. ഈ നജീബുദ്ദീനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇയാൾ പിടിയിലായിട്ടില്ല. 2022 ഒരു കൊലപാതക കേസിൽ ഇയാളെ, ഈ ടുലു മൊണ്ടാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇയാൾ ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിരുന്നതായിട്ട് ഈ ബീർഭൂം പോലീസ് പറയുന്നുണ്ട്. അതുപോലെ ഈ അനധികൃതമായിട്ട് കരിങ്കല്ല്, മണൽ, കല്ല് ഇതൊക്കെ കടത്തുന്ന പണി ഇയാൾക്കുണ്ട്. അങ്ങനെയുള്ള വ്യാപാരങ്ങളാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നിരവധി കേസുകളുണ്ട്. കേന്ദ്ര ഏജൻസികളടക്കം ഇയാളെ പലതവണ ചോദ്യം ചെയ്തതാണ്. ഇയാളപ്പോൾ ഒരു നോട്ടഡ് പേഴ്സണാണ്. ഇയാൾക്കെതിരെ കൃത്യമായ തെളിവുകൾ കിട്ടാതിരുന്നു നേരത്തെ എന്നുള്ളതാണ്. ഇപ്പോൾ ആ തെളിവുകൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്.
ഈ ജാമ്യത്തിലിറങ്ങിയ ടുലു മുണ്ടാലിനെ കഴിഞ്ഞ മെയ് മാസം തൊട്ട് കാണാതെയായി. കാരണം മെയ് മാസത്തിലാണല്ലോ റിസൾട്ടൊക്കെ വന്നത്. അപ്പോൾ ഇയാൾക്ക് അറിയാം ഇയാൾ കുടുങ്ങും എന്നുള്ള കാര്യം അറിയാം. ഈ അനധികൃത ഖനന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ തന്നെ ഇയാൾ ഇത് ഖനനം ചെയ്തെടുക്കുന്ന മണ്ണ്, കല്ല് ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉണ്ട് കൽക്കരി ഖനനമുണ്ട്. ഡംബർ ട്രക്കുകളുടെ ഒരു നീണ്ട നിര തന്നെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു, വലിയ അളവിൽ. അതിൻ്റെ ഒരു ശൃംഖല തന്നെ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു. അതുപോലെ ടോൾ ബൂത്തുകളുടെ അനധികൃത നടത്തിപ്പ് അത് ഇയാൾക്കുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിൽ ഒരു ടോൾ ബൂത്തിൻ്റെ ചുമതല ഇപ്പോൾ ഇത് അറസ്റ്റ് ചെയ്ത് കണ്ടെത്തിയില്ല. ഈ വീട് പരിശോധിച്ചപ്പോൾ മിനാർ മൊണ്ടാലിൻ്റെ ചുമതലയിലാണ് ഒരു ടോൾ ബൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അപ്പോൾ ഈ മിനാർ മൊണ്ടാൽ നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലാണ് ജോലി ചെയ്തിരുന്നത്. 2017 ഇയാൾ സ്വയം വിരമിക്കൽ പദ്ധതി, അതായത് VRS എടുത്തു. അതിനുശേഷം ഇയാൾക്ക് പ്രതിമാസം ഏതാണ്ട് 35,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് പെൻഷനും മറുവശത്ത് ഈ അഴിമതി പണത്തിൻ്റെ സൂക്ഷിപ്പുകാരനും. അങ്ങനെയാണ് ഇവർ പൊക്കോണ്ടിരുന്നത്. ഇത് ബംഗാളിൽ ഇപ്പോൾ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട് ഈ സംഭവം. കാരണം ഇത് മമതയ്ക്കെതിരെ, തൃണമൂലിനെതിരെ വലിയൊരു ആയുധമാക്കി BJPയും കോൺഗ്രസും CPMഉം ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പോലീസിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തൃണമൂലുകാർ ഇതൊക്കെ എതിർത്ത് പറയുമെങ്കിലും, മമതയുടെ ആൾക്കാരൊക്കെ എതിർത്ത് പറയുന്നുണ്ടെങ്കിലും, അതിൽ തന്നെ ഇയാൾ ഈ മമത അനുകൂലിയാണോ മമത പ്രതികൂലിയാണോ എന്നിപ്പോൾ വ്യക്തമല്ല. കാരണം ഇയാൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്നിപ്പോൾ അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷെ എന്തായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അവിഭക്ത തൃണമൂൽ കോൺഗ്രസിന്റെ ആളായിരുന്നു. അതെ, അവരുടെ പണമാണ് ഒളിപ്പിച്ചത് എന്നാണ്, അഴിമതി പണമാണ് ഒളിപ്പിച്ചതെന്നാണ് ഈ പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഇപ്പോൾ പിന്നെ ഇതൊക്കെ പറഞ്ഞ് അപ്പോൾ ഇയാൾ ഒളിവിലാണ്, ഇയാളെ കിട്ടാനുണ്ട്, ഇയാളെ കിട്ടിക്കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മുഹമ്മദ് ബസാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റെയ്ഡ് നടത്തി ആണ് ഈ കാര്യങ്ങൾ ഈ ബിർഭൂം പോലീസ് ഇതൊക്കെ കണ്ടെടുത്തിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ വിവാദത്തിന് അവിടെ തിരികൊളുത്തിയിട്ടുണ്ടെങ്കിലും പോലീസിനെ ആരും തടയാനോ പോലീസിനെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനോ ഒന്നും ആരും ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിന് നല്ല രീതിയിൽ പിന്തുണ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ 28.5 കോടി രൂപയിൽ ഏതാണ്ട് 5.5 കോടി രൂപ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞു ഇതുവരെ 20 മണിക്കൂറിനിടയ്ക്ക്. ഇനി ബാക്കി കൂടുതൽ എണ്ണാനുണ്ട്. 15 കിലോഗ്രാം സ്വർണം, അത് വളരെ കൃത്യമാണ്, അതൊക്കെ തൂക്കി എല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പശ്ചിമ ബംഗാൾ സർക്കാർ ഈ കാര്യത്തിൽ അതിശക്തമായ നടപടി തുടരണം എന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. അതായത് പൊതുസമ്പത്ത് ചൂഷണം ചെയ്താണ് മമതാ സർക്കാർ 15 വർഷം ബംഗാൾ ഭരിച്ച് ഇതുപോലെ കോടാനുകോടി രൂപ, സഹസ്ര കോടികൾ ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാണ്. ഈ കൽക്കരി ഖനനത്തിൽ ഉൾപ്പെടെ വലിയ അഴിമതി, അതിൻ്റെ ടെൻഡറിൽ ഉൾപ്പെടെ വലിയ അഴിമതി നടന്നു. അതുപോലെ നിയമന അഴിമതി, PSC നിയമനം, മുനിസിപ്പൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചത്, അധ്യാപകരെ നിയമിച്ചത്, അതുപോലെ തന്നെ ശാരദാ ചിട്ടി തട്ടിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി വിഷയങ്ങളുണ്ടായിട്ട്. അപ്പോൾ BJPയുടെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതാക്കൾ പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഇത് അഴിമതി പണമാണ്, ഒരു കാരണവശാലും കുറ്റവാളികൾ രക്ഷപ്പെടാൻ പാടില്ല, പോലീസ് 100% നടപടി എടുക്കണം, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം, യഥാർത്ഥ കുറ്റവാളികളെ. ഇവരൊക്കെ വെറും ബിനാമിയാണ്. ഇവരുടെ പുറകിൽ ഇതേത് രാഷ്ട്രീയ നേതാവിൻ്റെ പണം, ഏത് മന്ത്രിയുടെ പണം, മന്ത്രിയായിരുന്ന ആളിൻ്റെ പണം എന്നൊക്കെയാണ് അറിയേണ്ടത്. അതിനെ അന്വേഷണം ഊർജിതപ്പെടുത്തണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതേസമയം ഈ പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആൾക്കാർ പരസ്പരം പഴി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു വിഭാഗം പറയുന്നത്, മമതയുടെ കൂടെ നിൽക്കുന്നവർ പറയുന്നത്, ഇവരെല്ലാം എതിർ ഗ്രൂപ്പ്, ഇപ്പം ഋതബ്രത ബാനർജിക്കൊപ്പം ചേർന്ന വിഭാഗമുണ്ടല്ലോ, അവരുടെ ആൾക്കാരാണ്, ഇവർക്ക് ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്നാണ് ഇവർ പറയുന്നത്. മറ്റവർ പറയുന്നത്
ഇത് അവിഭക്ത തൃണമൂലിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇവർക്ക് മമതയെപ്പോലെ മമതയുമായിട്ട് അടുത്ത് ബന്ധമുള്ള അഴിമതിക്കാരായ നേതാക്കളുമായിട്ടാണ് ബന്ധം. ഞങ്ങളാരും അഴിമതിക്കാരല്ല, ഞങ്ങൾ അഴിമതി നടത്തിയിട്ടുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മമതയുടെ അടുത്തുനിന്ന് വിട്ട് 60 MLA-മാർ പ്രത്യേകം ഒരു ഗ്രൂപ്പായി മാറി അവർ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും ഇത് മമതയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് എന്നാണ് അവരാരോപിക്കുന്നത്. അപ്പോൾ പരസ്പരം ചെളിവാരിയെറിയലാണ് നടക്കുന്നത്. എന്തായാലും അവിഭക്ത തൃണമൂലിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം, ഈ കന്നുകാലിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ തിഹാർ ജയിലിൽ 2 വർഷത്തോളം കഴിഞ്ഞ ചില ആൾക്കാരുണ്ട്. ഒരു അനുബ്രത മൊണ്ടാൽ, അയാൾ നേരത്തെ TMCയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ്. അപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഇതിനകത്തുണ്ട് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ല. ബംഗ്ലാദേശിലേക്കാണ് അല്ല, ബംഗ്ലാദേശിലേക്ക് എന്നുള്ളത് മാത്രമല്ല, അതായത് ഒരു വർഷം 1 ലക്ഷം കോടി രൂപയുടെ സമാന്തര ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു. 1 ലക്ഷം കോടി രൂപ. അതായത് ബംഗ്ലാദേശ് അതിർത്തിയിൽ കാലികളെ കടത്തുന്നു, ഈ ധാന്യങ്ങൾ, കർഷകർ ചെയ്യുന്ന ധാന്യങ്ങൾ കടത്തുന്നു, ആയുധങ്ങൾ കടത്തുന്നു, ലഹരി മയക്കുമരുന്ന് കടത്തുന്നു. ഇങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് മയക്കുമരുന്ന് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് കന്നുകാലികൾ അങ്ങോട്ട് പോവും, ധാന്യങ്ങൾ അങ്ങോട്ട് പോവും. ഇങ്ങനെയൊക്കെയാണ്. അവർക്ക് ആവശ്യമുള്ളതല്ല ഇവിടുന്ന് വാങ്ങും, തിരിച്ചിങ്ങോട്ടേക്ക് മയക്കുമരുന്നാണ് തരുന്നത്. അപ്പോൾ 1 ലക്ഷം കോടി രൂപയുടെ സമാന്തര സമ്പദ് വ്യവസ്ഥ ഒരു വർഷത്തെ ബിസിനസ്സാണ് പറയുന്നത്. അത് നിലനിന്നിരുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 28.5 കോടി എന്നൊക്കെ പറയുന്നത് ഒന്നുമല്ല. 1 ലക്ഷം കോടി രൂപയുടെ സമാന്തര സമ്പദ് വ്യവസ്ഥ അവിടെ നിലനിന്നു എന്ന് പറയുമ്പോൾ അതിൽ 28-30 കോടി രൂപയ്ക്ക് എന്ത് പ്രസക്തി? അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാര സംഭവമല്ല. ഇത് തീർച്ചയായിട്ടും ബംഗാൾ പോലീസും EDയും ഒക്കെ ചേർന്നൊരു സംയുക്ത ടീമുണ്ടാക്കി, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷിക്കേണ്ട കേസാണ്. CBIയിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ, ഈ ED ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ബംഗാൾ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ, പിന്നെ CRPF, CBI ഇതൊക്കെ കൂടി ചേരുന്ന ഒരു ടീം അവിടെ ഉണ്ടാക്കിയാൽ മാത്രമേ, ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ അറ്റമാണ്. ഈ മഞ്ഞുമല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 15 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ സമാന്തര സമ്പദ് വ്യവസ്ഥയുണ്ട് ബംഗാളിൽ. അത് മമതയുടെ അനുഗ്രഹാശിസുകളോട് കൂടി 2011 അധികാരത്തിൽ വന്നെങ്കിലും തുടക്കത്തിൽ അതൊന്നും നടന്നിരുന്നില്ല. പിന്നീടാണ് പതുക്കെ മുന്നോട്ട് പോയപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിരിക്കുന്ന ആ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ വേരറുക്കണം. അതിൻ്റെ വേരറുക്കാനാണ് പശ്ചിമ ബംഗാൾ സർക്കാരും കേന്ദ്ര സർക്കാരും തുനിഞ്ഞിറങ്ങേണ്ടത്. അതിന് അവർ ഏജൻസികളെ സമർത്ഥമായിട്ട് ഉപയോഗിക്കണം. എന്തായാലും മൊണ്ടാലായാലും കൊള്ളാം, നജീബുദ്ദീൻ ആയാലും കൊള്ളാം, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. 20 മണിക്കൂർ കൊണ്ട് ഈ 28.5 കോടിയും 15 കിലോ സ്വർണവും കണ്ടെടുത്തിരിക്കുന്നു. അതിലെ ഈ 5.5 കോടിയുടെ നോട്ടുകളാണ് കൃത്യമായിട്ട് എണ്ണി തീർന്നിരിക്കുന്നത്. ഇത് കള്ളനോട്ടൊന്നുമില്ല കേട്ടോ, ഇതിനകത്തൊക്കെ കൃത്യമായ നല്ല നോട്ടുകളൊക്കെ തന്നെയാണ്. പിരിച്ചതും ഒക്കെ ആയിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കന്നുകാലിക്കടത്തടക്കമുള്ള കാര്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ഈ വലിയ വീഴ്ച, അത് ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് കാലികളെ ശേഖരിച്ചു കൊണ്ടുവന്ന് ബംഗാളിൽ എത്തിച്ചിട്ട് ബംഗാളിൽ നിന്ന് വളരെ തന്ത്രപരമായിട്ട് അത് അതിർത്തി കടത്തി വിടുക. അതങ്ങ് പോവാണ്. അതായത് ബംഗ്ലാദേശിൽ ചെന്നിട്ടാണ് ഇതിനെ സ്ലോട്ടർ ചെയ്യുന്നത്, ഇതിനെ കൊല്ലുന്നത്. ഈ കാലികളെ കൊന്ന് ഇതിൻ്റെ തോലിനാണ് വലിയ ഡിമാൻഡ്. മാംസം അവിടെ അവർ വിറ്റഴിക്കും, ബാക്കി ഈ തോലാണ് ചൈനയിലേക്കും മറ്റുമൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ബംഗ്ലാദേശിനും വലിയ വരുമാനം കൊടുക്കുന്നതാണ്. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും തൃണമൂൽ കോൺഗ്രസ്സാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അതുകൊണ്ടാണ് BJPയും കോൺഗ്രസും CPIMും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് അവിടെ ഇതിനെ എതിർത്ത് ഈ സംഭവത്തിൽ പോലീസിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവർ പോലീസിനെ അനുകൂലിച്ച് രംഗത്ത് വരില്ലല്ലോ. അപ്പോൾ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കി അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് തൃണമൂൽ കോൺഗ്രസ് മാറിയിരുന്നു.
മമത മാറിയിരുന്നു. മമതയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് അഭിഷേക് ബാനർജിയായിട്ട് അടുത്ത് ബന്ധമുണ്ടായിരുന്നു, പിന്നെ തെറ്റിപ്പോയി. ഇതൊക്കെ നമ്മളിപ്പോൾ കേട്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തായാലും അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ പുറത്തു വരട്ടെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, ഭരണപക്ഷവും കോൺഗ്രസും BJPയും കോൺഗ്രസും CPIM ഒക്കെ വിരൽ ചൂണ്ടുന്നത് മമതയുടെ നേർക്കാണ്. അതിന് മമത സമാധാനം പറയേണ്ടി വരും, ഒരു സംശയമില്ല. കേസ് സംസ്ഥാന പോലീസിൻ്റെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളുടെ ശക്തമായ ഇടപെടൽ ഇതിലുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ബംഗാൾ ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് അവർക്ക് ഒബ്ജക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അവർ തടസ്സമൊന്നും പറയില്ല. ബംഗാൾ സർക്കാർ ഇപ്പോൾ സീറോ ടോളറൻസ് അഴിമതിക്കെതിരെ മമത സർക്കാർ ഉണ്ടാക്കി വെച്ച മമതയുടെ പാർട്ടി ഉണ്ടാക്കിയെടുത്ത ആ അഴിമതി പണം കണ്ടെത്തുക, സീറോ ടോളറൻസ്. അല്ല, അത് അഴിമതി പണം മാത്രമല്ല രാജേഷ് ജി, ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കണം. അതിൽ കൂടെ പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സംവിധാനത്തിന് കേടുണ്ടാകാതിരിക്കാനാണ് ഇവർ ഈ അതിർത്തിയിൽ വേലി കെട്ടാൻ സമ്മതിക്കാതിരുന്നത്. ഈ നുഴഞ്ഞുകയറ്റം ഇവർ എന്താ പറയുക, നുഴഞ്ഞുകയറ്റത്തിന് നേരെ കണ്ണടച്ചത്. എന്നിട്ട് ഇവിടുന്ന് ബംഗ്ലാദേശികൾ ഈ രാജ്യത്തുനിന്ന് തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതൊക്കെ ഇങ്ങനെയാണ്. ഇതൊരു നമ്മൾ കരുതുന്നത് പോലൊരു ചെറിയ സംഭവമല്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ബംഗാളിനെ വെട്ടിമുറിച്ച് ബംഗ്ലാദേശിനോട് ചേർത്തൊരു പുതിയ രാഷ്ട്രമുണ്ടാക്കാൻ അതിനുള്ള തീവ്രമായ പരിശ്രമമായിരുന്നു. എന്നിട്ട് ഈ വിശാല ബംഗ്ല, എന്നിട്ട് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെയും മാറ്റുക, ഇന്ത്യയിൽ നിന്ന് വിഘടിപ്പിച്ചെടുക്കുക, അതിനെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാക്കുക, ഇതിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. അത് പാളിപ്പോയി. അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മളീ കാണുന്ന റെയ്ഡുകളും പിടിച്ചെടുക്കുന്ന ഈ പണവും ഒക്കെ. ഇത് മമത തീർച്ചയായിട്ടും ഒരു നടയ്ക്ക് പോകില്ല. ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാത്ത വണ്ണം അഴിക്കുള്ളിലാകാൻ, ജയിലറയ്ക്കുള്ളിലാകാനാണ് മമതയ്ക്കായി കാത്തിരിക്കുന്ന വിധി. നമ്മുടെ ഭൂപടം നോക്കിയാൽ അറിയാം, ചിക്കൻ നെക്ക് ഇടുന്ന അഴി. അതെ, നോർത്ത് ഈസ്റ്റിനെയും സിലിഗുരി അതിനെ അങ്ങ് കട്ട് ചെയ്താൽ 33 കിലോമീറ്ററേ ഉള്ളൂ വീതി. അതെ. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു അസ്ഥിരത ഉണ്ടാക്കി എടുത്താൽ അന്ന് അത് ചില ഭാഗത്ത് വരുമ്പോൾ 22 കിലോമീറ്ററേ ഉള്ളൂ വീതി. അപ്പം അവിടെ അതാണ് ചിക്കൻ നെക്ക് മുറിച്ചെടുത്താൽ ഈ പറഞ്ഞതുപോലെ ചൈനയ്ക്ക് അരുണാചൽ കിട്ടും, പിന്നെ അങ്ങനെ പലർക്കും പലതും കിട്ടും. അതൊക്കെയായിരുന്നു വ്യാമോഹം. അതെല്ലാം പൊളിഞ്ഞുപോയി. ബംഗാൾ ജനത അതിനെ പൊളിച്ചു കളഞ്ഞു. അപ്പോൾ മമതയെ ഇനി കാത്തിരിക്കുന്നത് കടുത്ത നിയമ നടപടികളാണ്. അതിലേക്ക് സർക്കാർ പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.